ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. ഭൂമിയിൽ യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്തതായി സുവിശേഷം രേഖപ്പെടുത്തുന്ന അത്ഭുതം കാനാവിലെ വിവാഹ ഭവനത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കുന്നതാണ്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലാണ് ഈ അത്ഭുത സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെ അടയാളങ്ങൾ എന്നുള്ള ഒരു തലക്കെട്ടിലാണ് രേഖപ്പെടുത്തി പോരുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 15-ാമത്തെ ഒരു വചനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, രക്ഷിക്കുന്നവർക്കിടയിലും ശിക്ഷിക്കുന്നവർക്കിടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മനോഹരമായൊരു വചനമാണ്, രക്ഷിക്കുന്നവർക്കിടയിലും ശിക്ഷിക്കുന്നവർക്കിടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണെന്ന് പറയാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ധൈര്യം കാണിക്കുന്നു. ക്രിസ്തുവിൻ്റെ പരിമളം എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെ എന്തുമാത്രം ഭംഗിയുള്ളതാണ് എന്ന് വെച്ചാൽ, പൗലോസ് കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന സുഗന്ധം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റേതായിരുന്നുവെന്ന് ആളുകൾ തിരിച്ചറിയുന്നു. അത്രമാത്രം ക്രിസ്തുവുമായിട്ട് ഇഴുകിച്ചേർന്നുള്ള ഒരു ക്രിസ്തു ജീവിതത്തിന് പൗലോസ് അപ്പോസ്തലൻ തയ്യാറാവുന്നു. അപ്പോസ്തലൻ പറയുന്നത് എൻ്റെ എന്നല്ല, ഞങ്ങളുടെ, നമ്മുടെ എല്ലാ ഭക്തർക്കും അത്തരമൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെ നമുക്കൊരു ക്രിസ്തുവിൻ്റെ പരിമളമായി മാറാനായിട്ട് സാധിക്കും? അതിന് നമുക്ക് അഭയപ്പെടാനുള്ള ഏക മധ്യസ്ഥത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ മറിയമാണ്. പരിശുദ്ധ മറിയത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ പരിമളത്തിൻ്റെ അംശങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്താണ് പരസ്യ പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ച യേശു തമ്പുരാൻ ചെയ്ത ആദ്യ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാനാവിലെ വിവാഹ ഭവനം. എന്താണ് ആ ഒരു അത്ഭുതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? യേശു തൊടുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് കൂടിയാണ് ഈ അത്ഭുതം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു തൊടുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു മാറ്റം, അതെ, യേശു വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റി എന്നുള്ളതാണ് ഈ അത്ഭുതത്തിൻ്റെ ഉള്ളടക്കം. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ യേശുവിൻ്റെ ഇടപെടൽ ഓരോ മേഖലകളിൽ സംഭവിക്കുമ്പോൾ അവിടെ ആളുകൾക്ക്, പരിസരത്തിനൊക്കെ സംഭവിക്കുന്ന കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ യേശുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മളിൽ ഓരോ ദിവസവും ഉറപ്പായും സംഭവിക്കേണ്ടതാണ് ഇത്തരമൊരു ഉയർന്ന ശ്രേഷ്ഠതയിലേക്കുള്ളൊരു വളർച്ച. അത് സംഭവിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മ മറിയവുമായി ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട വലിയൊരു മധ്യസ്ഥതയുടെ പ്രസക്തി കൂടി ഇവിടെ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു വേദഭാഗം നമ്മളൊന്ന് വായിക്കുമ്പോൾ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിന് മുമ്പേ അവിടെ മറിയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വേദത്തിൽ, സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ഒരു തൊടലിനായിട്ട്, യേശു ഒന്നും കൂടി നമ്മളിന്ന് സ്പർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും അമ്മയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുവാനായിട്ട് ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ട്. യേശുവിൻ്റെ ഇടപെടലിന് അമ്മയുടെ സാന്നിധ്യം ആവശ്യമാണ്. കാരണം ഒരുപാട് കുറവുകളും പോരായ്മകളും ഒക്കെ നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ ഒരു കൃപയുടെ നിറവിലേക്ക് എത്തിക്കുവാനായിട്ട് അമ്മയുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. മർക്കോസ് സബറോനോട് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള ഒരു വേദഭാഗം യേശുവിൻ്റെ ഒരു അത്ഭുതത്തെക്കുറിച്ചുള്ള വിവരണമാണ്. കാഴ്ചയില്ലാത്ത ഒരുവന് യേശു കാഴ്ച കൊടുക്കുന്ന സംഭവമാണ്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറേ ആളുകൾ ഒരു അന്ധനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും യേശു
അവൻ്റെ കണ്ണിൽ തൊടുകയും മണ്ണ് കുഴച്ച് തേക്കുകയുമൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഔഷധവും ആശീർവാദവും ഒക്കെ യേശു അവന് നൽകി. നീ എന്തു കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ അന്ധനായിരുന്നു, ഒന്നും കാണുന്നില്ലായിരുന്നു, ഇപ്പോൾ കണ്ടു തുടങ്ങുന്നു. എന്ത് മനുഷ്യരെ! പക്ഷേ അവരൊക്കെ മരങ്ങളെപ്പോലെ അവ്യക്തമായ പൂർണ്ണമല്ലാത്ത ഒരു കാഴ്ചയിലേക്ക് എത്തുകയാണ്. അപ്പോൾ യേശു അവനെ വീണ്ടും ഒന്നും കൂടെ തൊടും. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ യേശു അവനെ തൊട്ടതിന് ശേഷം അവൻ ആ സമൂഹത്തോട് ഉറക്കെ പറയുകയാണ്, ഞാനിപ്പോൾ എല്ലാം സ്പഷ്ടമായിട്ട് കാണുന്നു. അപ്പോൾ കൃത്യമായ ഒരു പരിപൂർണമായ അർത്ഥവത്തായ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി യേശുവിൻ്റെ ഒരു തൊടൽ സ്പർശനം നമുക്കിന്ന് ആവശ്യമാണ്. ആ സ്പർശനം ഉറപ്പ് വരുത്തുവാൻ പാകത്തിന് നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥന മാത്രം പോരാ, കാത്തിരിപ്പ് മാത്രം പോരാ, പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ മധ്യസ്ഥതയും സാന്നിധ്യവും ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥന ആവശ്യമാണ്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ ഉണ്ടാകുന്ന ഭവനങ്ങൾ ഇന്ന് എത്രമാത്രം ഉണ്ടാവും. അമ്മയൊന്ന് വരവേൽക്കുവാനായിട്ട് ഒരു പ്രാർത്ഥനയോ മധ്യസ്ഥതയോ ഇല്ലാതെ പോകുന്ന മിക്കവാറും വീടുകളിൽ, ഒന്നിനും നേരമില്ലാത്തൊരു കാലത്ത് ഇത്തരം കാര്യങ്ങളെയൊക്കെ എന്തുമാത്രം എളുപ്പത്തിലാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചും അവഗണിച്ചുമൊക്കെ മുമ്പോട്ട് ഓടുന്നത്. അപ്പോൾ എല്ലാ ഭവനങ്ങളിലും പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിന് വേണ്ടി ഒരു മധ്യസ്ഥത ആവശ്യമാണ്. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്നറിയോ? വീടുകളിലൊക്കെ അമ്മയുടെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്തുവാനായിട്ടുള്ള ആളുകൾ രൂപപ്പെട്ടേ മതിയാവുക. ഭവനങ്ങളിൽ ഇന്നയാളെന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഒന്നും എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ആരെങ്കിലുമൊക്കെ ഈ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി മറിയത്തിൻ്റെ മുമ്പിലൊന്ന് സമർപ്പിക്കാനായിട്ട് കൂടി ഒന്ന് തയ്യാറാവേണ്ടത് വരും. എന്താണ് അതിൻ്റെ പ്രയോജനമെന്ന് ചോദിച്ചാൽ, ആ ഒരു വേദാധ്യായം, ആ ഒരു അത്ഭുത സംഭവ വിവരണം വായിക്കുമ്പോൾ ആ ഭവനത്തിലെ കുറവ്, ഒരു വിവാഹ വിരുന്ന് നടക്കുന്ന ഭവനത്തിലെ വളരെ ചെറിയ ഒരു പാളിച്ചയാണെങ്കിൽ പോലും എന്തുമാത്രം മാനക്കേടുണ്ടാക്കി വെക്കും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തുമ്പോൾ വിവാഹ വിരുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഭവമായ ആ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ സാധാരണ ഭക്ഷണ മേശകളിൽ പോലും വീഞ്ഞൊരു വിശിഷ്ട വിഭവമാകുമ്പോൾ, ഒരു വലിയ വിവാഹത്തിൻ്റെ വലിയ വിരുന്നിൻ്റെ വേളയിൽ വീഞ്ഞെന്ന് പറയുന്ന വിഭവത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്. അത് ഇല്ലാതായി പോകുന്നു, തികയാതെ പോകുന്നു, തീർന്നു പോകുന്നു എന്ന് പറയുന്ന വലിയൊരു നാണക്കേടിനെ എന്തുമാത്രം വേഗത്തിലും എളുപ്പത്തിലും മനസ്സിലാക്കിയെടുക്കുന്നു പരിശുദ്ധ അമ്മ മറിയം. അപ്പോൾ ഓരോ ഭവനത്തിലെയും പോരായ്മകളെയും കുറവുകളെയും മനസ്സിലാക്കുവാനായിട്ട് ഈ പരിശുദ്ധ മറിയം എന്ന അമ്മ ഓരോ വീട്ടിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം ഈ അമ്മയുടെ ക്വാളിറ്റി, ആ ഭവനങ്ങളിലെ കുറവുകൾ, അത് വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വൈകാരികതയുമായി ബന്ധപ്പെട്ട്, ബൗദ്ധികതയുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും ആ ഒരു ഭവനത്തിൽ ഉണ്ടാകാവുന്ന കുറവുകൾ, പോരായ്മകളെ മനസ്സിലാക്കാനായിട്ട് ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും പ്രാപ്തരാവണം. മറിയവുമായിട്ടുള്ള നമ്മുടെ നിരന്തരമായ സമ്പർക്കവും മധ്യസ്ഥ പ്രാർത്ഥനാ ബന്ധവുമൊക്കെ ഇത്തരമൊരു ക്വാളിറ്റിയിലേക്ക് നമ്മളെ കൂടി ഒന്ന് ആനയിക്കേണ്ടതല്ലേ? എത്ര കാലമായി അമ്മയുമായിട്ട് വളരെ അടുപ്പമുള്ള ബന്ധത്തിലാണ് നാം ഓരോരുത്തരും എന്ന് അഭിമാനിക്കുന്നത്. അപ്പോൾ ആ അവനവനായിരിക്കുന്ന വീടിനുള്ളിലെ കുറവുകളെക്കുറിച്ച്, കുറച്ചും കൂടി നല്ലൊരു ടി വിയുടെ കുറവുണ്ട്, കുറച്ചും കൂടി വില കൂടിയ ഒരു കമ്പ്യൂട്ടറിൻ്റെ കുറവുണ്ട്, ഒരു സ്മാർട്ട് ഫോൺ ഈ ഭവനത്തിലില്ല, അത്തരം ഭൗതിക പദാർത്ഥങ്ങളുടെ കുറവുകളുടെ നീണ്ട ലിസ്റ്റ് എല്ലാവരുടെയും കൈവശമുണ്ട്. ആത്മീയ മേഖലയുമായി ബന്ധപ്പെട്ട്, വൈകാരികതയുമായി ബന്ധപ്പെട്ട് ആ ഭവനത്തിലെ കുറവുകളെക്കുറിച്ച്, ദൗർലഭ്യങ്ങളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് എന്ത് ധാരണയുണ്ട് ആളുകൾക്ക്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥത നമ്മളെ പ്രാപ്തരാക്കുന്നൊരു തലമുണ്ട്. ചില വീടുകളെ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ ഓർക്കും. അവിടുത്തെ ഒരുപക്ഷെ അപ്പൻ അല്ലെങ്കിൽ അമ്മ, ആരെങ്കിലുമൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ആ വീട്ടിലെ കാര്യങ്ങളെ നിറവുള്ളതാക്കി മാറ്റുന്നത്. അപ്പോൾ
പരിശുദ്ധ മറിയം ഓരോ വീട്ടിലും ഉണ്ടെന്നുറപ്പ് വരുത്തുന്നതിനോടൊപ്പം അമ്മയുടെ ആ സ്വഭാവ സവിശേഷത അവനവൻ്റെ ചെറിയ ജീവിതത്തിനകത്തുകൂടി ഒന്ന് ഉറപ്പ് വരുത്തണം. അതാണ് ഈ ഒരു അത്ഭുത സംഭവം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമെന്ന് പറയുന്നത്. ആ ഭവനത്തിൽ വീഞ്ഞ് കുറവാണ്, വീഞ്ഞ് തീരാൻ പോകുന്നു, വീഞ്ഞ് തീർന്നു എന്നുള്ള തിരിച്ചറിവ് ആ അമ്മ നമുക്കൊപ്പം ഉണ്ടാകുമെങ്കിൽ, ആ അമ്മയ്ക്കൊപ്പം നമ്മൾ ഓരോരുത്തരും ആകാനായിട്ട് തയ്യാറാവുന്നുവെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിനകത്തെ കുറവുകളും പോരായ്മകളെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് കിട്ടും. അമ്മ ഇത് വെളിപ്പെടുത്തി തരും. മകനോട് പറയുകയാണ് ഭവനത്തിൽ വീഞ്ഞില്ല. അപ്പോൾ ആ കുറവ് കണ്ടെത്തുന്ന അമ്മയുടെ എന്ത് കൃത്യതയാറുന്ന ഒരു മധ്യസ്ഥത അവിടെ രൂപപ്പെടുന്നെന്നറിയാം. ആ ഒരു മധ്യസ്ഥത, ആ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. യേശുവിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ദൂരമുണ്ട്. യേശുവിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് കുറച്ചും കൂടി പരിശ്രമവും ആവശ്യമാണ്. അതിനിടയിൽ നമ്മളെ സഹായിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ മറിയമുണ്ടെന്നുള്ളതാണ്. യേശുവിന് മുമ്പേ അമ്മ ആ ഭവനത്തിലെത്തിയെന്നോ യേശുവിന് മുമ്പേ അമ്മ ആ ഭവനത്തിലുണ്ടായിരുന്നുവെന്നോ നമുക്കൊരു ഉറപ്പ് ഈ വേദവായനയിൽ ലഭിക്കുമ്പം കാര്യങ്ങൾ കുറേ കൂടി കൃത്യവും എളുപ്പവുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും അമ്മയുടെ സന്നിധിയിലായിരിക്കാനായിട്ട് നമ്മൾ മനസ്സ് വെക്കുകയും ചെയ്യുകയും അമ്മയുടെ ആ സവിശേഷത ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ കൂടി ഒന്ന് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഒരു തെളിച്ചവും തെളിമയും ഉണ്ടാവും. ഇവിടെ കുറ്റപ്പെടുത്തലില്ലായിരുന്നു. എനിക്കും നിനക്കും, സ്ത്രീയെ എനിക്കും നിനക്കും എന്താ ഈ കാര്യത്തിൽ, അത്തരമൊരു നിലപാടിൽ മാത്രം യേശു കാര്യങ്ങൾ ഒതുക്കുകയാണ്. ശരിക്കും ഇവിടെ വലിയൊരു കുറ്റപ്പെടുത്തലിനുള്ള ഒരു സാഹചര്യം സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും മകനും അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ആദ്യം ഈ കുറവ് കണ്ടെത്തുന്ന ആളെന്ന നിലയിൽ മറിയം തന്നെ അത് തുടങ്ങിയിടുകയും ചെയ്യാമായിരുന്നു. നിങ്ങളൊക്കെ എന്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാ, ഇത്രയധികം ആളുകളെ വിരുന്നിന് വിളിച്ചു വരുത്തിയെങ്കിൽ അവർക്ക് തൃപ്തികരമായിട്ട് ആഹാരം കൊടുക്കാനായിട്ട് അവരെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സ്വീകരിപ്പാനും പരിചരിപ്പാനുമുള്ള വിഭവങ്ങൾ ഒരുക്കണമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കണക്ക് കൂട്ടലിനകത്ത് വന്ന പിഴ, നിങ്ങളുടെ ഉത്തരവാദിത്വ കേടെന്നൊക്കെ പറഞ്ഞ് വലിയൊരു സീനുണ്ടാക്കാമായിരുന്നു. ഇനി അമ്മയത് പരിഹരിപ്പാനായിട്ട് മകനോട് പറയുമ്പം മകനത് തിരിച്ചു പറയായിരുന്നു. ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് ഇവർ ഈ ആളുകളെല്ലാം വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരവർ ചെയ്യേണ്ട കാര്യം അവരവർ ചെയ്യണമായിരുന്നു. നമ്മളെന്തിനും ഇതിനെ ഇടപെടുന്ന പോയേക്കാം. അത്തരമൊരു കുറ്റപ്പെടുത്തലിൻ്റെ സ്വരം ഉയരുന്നില്ല എന്നുള്ളത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ വീട് നിറയെ കുറ്റപ്പെടുത്തലാണ്. ഒരു മഴ ഇടിവെട്ടോടുകൂടി പെയ്തപ്പോഴും അത് നീ കാരണമാണെന്ന് പറയാൻ പാകത്തിന് വീട്ടിൽ ആരൊക്കെയോ ഇക്കാലത്ത് മുതിരുന്നുണ്ട്. നീ കാരണമാണ് വെയിൽ ഇന്ന് തെളിയാഞ്ഞതെന്ന് പറയാൻ കൂടി ധൈര്യപ്പെടുകയാണ്. കുറ്റപ്പെടുത്തലുകൾ പരമാവധി ഒന്ന് ഒഴിവാക്കാനായിട്ട് കൂടി ഈ അമ്മ മറിയം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. കുറവുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പം പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടേ? അത് പരിഹരിക്കാനായിട്ട് പുറത്തേക്ക് പരക്കം പായാനായിട്ട് നമുക്ക് താല്പര്യം, അല്ലേ? എന്തുമാത്രം സാധ്യതകളാണ് വെളിയിൽ. ഉദാഹരണം പറഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും ഒരു അസുഖമെന്നോ പറയുന്നില്ല, അസ്വസ്ഥത തോന്നിയാൽ പോലും നമ്മൾ വേഗം നമ്മുടെ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ഉറപ്പ് വരുത്തുകയാണ്. എല്ലാവരും ചെയ്യുക. ഒരു അസ്വസ്ഥത തോന്നുമ്പോൾ ഒരു 5 മിനിറ്റ് എങ്കിലും, ഏറ്റവും കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും ഒന്ന് പ്രാർത്ഥിപ്പാനായിട്ട് തോന്നുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഹോസ്പിറ്റലിൽ പോകേണ്ടെന്നോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല. അപ്പോൾ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ദൈവവുമായിട്ട് ഒന്ന് സംസാരിപ്പാനായിട്ട് എത്ര ആളുകൾക്ക് മനസ്സുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ വർത്തമാനകാലത്തിൽ ഭൗതികമായി പുറമേയുള്ള ഒരുപാട് പരിഹാരങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടുന്നതിനൊക്കെ മുമ്പ് ദൈവവുമായിട്ടൊന്ന് സംസാരിപ്പാനായിട്ട് തയ്യാറാവണം. യൗസേപ്പ് പിതാവിനെ കൂടി നമ്മൾ ഈ കുടുംബത്തിലേക്ക് ഓർക്കുന്നത് നല്ലതാണ്. ആ യൗസേപ്പ് പിതാവ് യേശുവിൻ്റെ പിറവിയോട് ചേർന്ന് അല്ലെങ്കിൽ പിറവിക്ക് മുമ്പുണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു. ചാർച്ചക്കാരിയായ എലിസബത്തിന്
6 മാസം ഗർഭമായിരിക്കുന്നു എന്നൊക്കെയുള്ള ഉറപ്പ് കൊടുക്കുന്നു. ഒക്കെ ശരിയാ. ഈ വീണ്ടും യൗസേപ്പിലേക്ക് ഈ മാലാഖ എത്തുമ്പോൾ യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുക. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പാകത്തിന് യൗസേപ്പിന് എന്താ പറയുക, ദൈവവുമായിട്ട് അഗാധമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ യൗസേപ്പിന് വീണ്ടും മാലാഖ പ്രത്യക്ഷപ്പെടുന്നത് അതും സ്വപ്നത്തിലാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നതും ഒരു രഹസ്യമെന്ന് പറയുന്നതും. അപ്പോൾ ജീവിതത്തിനകത്ത് നടക്കുന്ന അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ദൈവത്തെ കൂട്ടുപിടിച്ചൊരു പരിഹാരമുണ്ട്, അത്തരമൊരു സ്വസ്ഥതയ്ക്ക് സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു യോസേപ്പ് പിതാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുക. ഒരു ഗുളികയല്ല, ഒരു പിടി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് പോലും ഒന്ന് ഉറങ്ങാനാവാതെ കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിയുന്ന ഭൂരിപക്ഷം മലയാളി ഭക്തരും ഒന്ന് ഓർക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തത്തിന് നടുവിൽ പോലും മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പാകത്തിന് യൗസേപ്പിന് ഉറങ്ങാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു സംസർഗവും മെഡിറ്റേഷനുമാണത്. ദൈവവുമായിട്ടുള്ളൊരു സംസർഗമായിരുന്നു അത്. അപ്പോൾ ഒരു പ്രശ്നമോ പോരായ്മയോ കുറവോ ഒരു അപകടത്തിൻ്റെ സൂചനയൊക്കെ ഒരു വീടിനകത്ത് നിന്ന് ആർക്കെങ്കിലും തോന്നി തുടങ്ങിയാൽ ആ ദൈവവുമായിട്ട് കാര്യങ്ങളെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാനായിട്ട്, ഒന്ന് ദൈവത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ഒരു പരിശ്രമം ആവശ്യമാണ്. പരിശുദ്ധ മറിയം എന്തും വലിയ മാതൃകയാണ് നമുക്ക് ഓരോരുത്തർക്കും തരുന്നതെന്നറിയാവോ? എന്ത് ഭംഗിയായിട്ടാണ് യേശുവിലേക്ക് ആ വിവരം എത്തിക്കുക. ഓരോ ഭക്തരും എങ്ങനെ യേശുവിൽ എത്തണമെന്നുള്ളതിൻ്റെ കൂടി ഒരു ഉദാത്തമായ ഉദാഹരണമാണ് മറിയം. ഇവർക്ക് വീഞ്ഞില്ല, എന്നിട്ടോ എന്തൊരു പ്രതീക്ഷയോടുകൂടിയാണ് മറിയം പരിചാരകരോട് പറയുന്നത്, അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. മറിയത്തിൻ്റെ ഇടപെടലിൻ്റെ അവസാന ഭാഗം അതാണ്. പരിചാരകരെ വിളിച്ചിട്ട് മറിയം പറയുകയാണ്, ഇവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? സ്ത്രീ, എനിക്കും നിനക്കും എന്തോ? ഈ ഒരു കാര്യത്തിൽ നമുക്ക് എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല. അപ്പം എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറയുന്ന യേശുവിൻ്റെ അത്ര പ്രോത്സാഹനമല്ലാത്തൊരു മറുപടി കേട്ടിട്ട് പോലും മറിയം വിശ്വാസം കൈവിടുന്നില്ല. മറിയത്തിന് അത്ര വിശ്വാസമാണ്. ഈ പോരായ്മയും ഈ ഭവനത്തിലെ കുറവും ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു അപമാന ഭാരവുമൊക്കെ മകൻ ഇടപെട്ട് ഇപ്പോൾ പരിഹരിച്ചു തരും. ആ ഒരു വിശ്വാസം അമ്മയ്ക്കുണ്ട് മകൻ്റെ മേൽ. പക്ഷെ നമുക്കുണ്ടോ? ഈ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് വലിയൊരു അത്ഭുതത്തിന് സാധ്യതയുണ്ട്, അതിനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമോ പ്രത്യാശയോ തോന്നലോ പോലും ഇല്ലാതാവുന്നു നമ്മൾ പലർക്കും. അപ്പോഴാണ് യേശു കൽഭരണികളെ കണ്ടെത്തുന്നതും അതിൽ നിറയെ വെള്ളമൊഴിപ്പാനായിട്ട് പരിചാരകരോട് പറയുന്നു. ഒഴിച്ച പരിചാരകർക്കല്ലാതെ അത് വെള്ളമാണ് നിറച്ചതെന്ന് മറ്റാർക്കും അറിയില്ലായിരുന്നു. എന്നിട്ട് ഈ അത്ഭുതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ പന്തി പ്രമാണി ഈ വെള്ളം വീഞ്ഞായി മാറിയത് രുചിച്ചു നോക്കിയതിന് ശേഷം പറയുകയാണ് മണവാളനോട്, അല്ലെങ്കിൽ കുടുംബനാഥനോട് പറയുകയാണ്, സാധാരണ ആരംഭത്തിൽ ആദ്യം മേൽത്തരം വീഞ്ഞ് വിളമ്പുകയും ലഹരിച്ചതിന് ശേഷം താഴ്ന്ന തരം വിളമ്പുകയും ചെയ്യും. നീയോ ഇത് അവസാനത്തോളം മേൽത്തരം സൂക്ഷിച്ചു വെച്ചുവല്ലോ. അപ്പം സാധാരണ വിരുന്നുകളിൽ ആരംഭത്തിൽ ആദ്യം മേൽത്തരം വീഞ്ഞ് വിളമ്പുകയും ലഹരിച്ചതിന് ശേഷം താഴ്ന്ന തരം വിളമ്പുകയും ചെയ്യും. അതിനകത്ത് വലിയൊരു തട്ടിപ്പുണ്ടായിരുന്നു. തട്ടിപ്പ് വേറെയൊന്നുമല്ല, ലഹരിച്ചതിന് ശേഷം എന്ത് കൊടുത്താൽ എന്താ, ആര് തിരിച്ചറിയാനാ? ആ ഒരു ലഹരിക്കയുടെ കൂടി അങ്ങ് പൊക്കോളും. ക്രിക്കറ്റിൻ്റെ മാച്ചും ഫുട്ബോൾ കളിയൊക്കെ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാക്കറ്റ് മിക്സറൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് വെച്ച് ഇനി വാരി തിന്നുകൊണ്ടോ ഇരിക്കുന്ന ആളുകൾ കളി കുറച്ച് കഴിയുമ്പം, അല്ലെങ്കിൽ ഒരു പരസ്യം വന്നൊരു വിരാമം വരുമ്പം, ഇലക്ട്രിസിറ്റി ഒന്ന് നിലച്ച് കഴിയുമ്പോഴൊക്കെ ഞെട്ടിപ്പോവും. അയ്യോ, വെച്ചിരുന്ന കൂട്ടിലെ മിക്സറൊക്കെ തീർന്നു പോയി, ഞാൻ തന്നെയാണ് ഇതൊക്കെ വാരി തിന്നുന്നത്. അപ്പം ഇങ്ങനെ വാരി തിന്നുന്നത് പോലും തിരിച്ചറിയാതെയാണ് ഈ കാര്യങ്ങളിലേക്ക്. അപ്പോൾ മറ്റൊരു ലഹരിയിലാകുമ്പോൾ ഈ കഴിച്ചതിൻ്റെ ഗുണമോ മേന്മയോ ഒന്നും ആരും തിരിച്ചറിയത്തില്ല. അതിനകത്തൊരു കള്ളത്തരവും ചതിവും ഒക്കെ ഉണ്ട് കേട്ടോ. തുടക്കമൊക്കെ ഭംഗിയായിട്ടാണ്. ഏത് കാര്യം എടുത്തു, തുടക്കങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കരമായൊരു ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്. ഒരു വൈദികൻ എന്ന നിലയിൽ ശുശ്രൂഷ ആരംഭിച്ച സമയത്തെ പ്രാർത്ഥന, ഭയം, ഒരുക്കം,
എല്ലാം ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിറയൽ എന്നെ ബാധിക്കുന്നുണ്ട്. എന്ത് വേഗമാണ് അതിൻ്റെ അളവ് കുറഞ്ഞു പോകുക, ക്വാളിറ്റി കുറഞ്ഞു പോകുന്നുവോ. ഒരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ ഓരോ ദിവസത്തെയും ഒക്കെ എന്തുമാത്രം പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്തിരുന്നു ആരംഭകാലത്ത്. പിന്നീട് അതൊന്നുമില്ല. ഒരു ദേവാലയ ശുശ്രൂഷകന് വിശുദ്ധ മദ്ബഹായിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഓരോരുത്തരും എന്തൊരു ഭയത്തോടു കൂടിയായിരുന്നു ആരംഭ സമയത്ത് മദ്ബഹായിലെ ശുശ്രൂഷകനാകുന്ന നേരത്ത്. പിന്നീട് അതൊരു ശീലമായിട്ട് മാറുന്നു, പതിവ് സ്ഥലമായിട്ട് മാറുന്നു, അതിപരിചയം വന്ന് നിറയുന്നു, പിന്നെ ഒന്നുമില്ലാതാവുന്നു. സൺഡേ സ്കൂൾ അധ്യാപകനാകുന്ന ആദ്യത്തെ ഒരു മാസക്കാലമെങ്കിലും ആ 4 ഞായറാഴ്ചകളെ എന്തൊരു ആദരവോടുകൂടി എതിരേറ്റിരുന്നു നാം ഓരോരുത്തരും. അതിനുവേണ്ടി എന്തുമാത്രം പ്രിപ്പയർ ചെയ്തിരുന്നു. 2-ാം മാസവും 3-ാം മാസവും 1 വർഷവും 2 വർഷവും 10 വർഷവും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, ഇത് അനായാസം കൈകാര്യം ചെയ്യാവുന്ന വലിയ ഏകാഗ്രതയോ ശ്രദ്ധയോ ഒരുക്കമോ ഉണർവോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സാധാരണ സംഗതിയായിട്ട് ഇതെല്ലാം മാറുകയാണ്. അപ്പോൾ അതിനൊരു വിരുദ്ധതയുണ്ട് യേശുവിൻ്റെ അത്ഭുതത്തിനകത്ത്. അവസാനത്തോളം ആ ക്വാളിറ്റി നിലനിർത്താനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വവും വിളിയുമുണ്ട്, ഒരു കോളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവവിളി അതാണ്. ദാമ്പത്യത്തെ കൂടി എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ പൊളിച്ചടുക്കാമെന്ന് പറയാം. കാരണം ആരംഭത്തിലെ സ്നേഹവും സമർപ്പണവും ആത്മാർത്ഥതയും വിശ്വസ്തതയും ഒക്കെ എത്ര വലുതായിരുന്നു. പോകെ കാര്യങ്ങളൊക്കെ നിറം കെട്ടതായിട്ട് മാറുന്നു. പിന്നെ നമ്മളിങ്ങനെ നാട്യങ്ങൾ കൊണ്ട്, കള്ളത്തരങ്ങളുടെ ചെറുചീട്ടുകൾ കൊണ്ട് കൂടാരങ്ങളും കൊട്ടാരങ്ങളും പണിയാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. എന്ത് വേഗമാണ് ഇതെല്ലാം വീണ് പൊളിയാൻ പോകുന്നതെന്നറിയാമോ? തീർച്ചയായിട്ടും നമുക്കൊന്ന് ഓർക്കാവുന്ന ഒരു കാര്യമുണ്ട്. അവസാനത്തോളം ജീവിതത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയെ നിലനിർത്തുവാനായിട്ട് യേശുവിൻ്റെ മൂല്യങ്ങളോട് ഒത്തുപോകുന്ന വിധത്തിൽ ഒരു നിറവും മണവും ഗുണവുമുള്ള ആളുകളായിട്ട് നമ്മളെ തന്നെ നിലനിർത്തുവാനായിട്ടൊരു വലിയ വിളിയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ആ പരിമളത്തിൻ്റെ അംശികളാകുവാനായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് വലിയ ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. ആ ഒരു ബാധ്യത നിറവേറ്റുവാൻ, ആ ഉത്തരവാദിത്വം പൂർണ്ണതയിലെത്തിക്കുവാൻ നമ്മളെ പരിശുദ്ധ അമ്മ സഹായിക്കും. യേശു ഇടപെടുകയും തൊടുകയും ചെയ്യുമ്പോൾ വെള്ളത്തിന് രൂപാന്തരം സംഭവിച്ച് വീഞ്ഞായി മാറുന്നത് പോലെ ഞാനും നിങ്ങളുമൊക്കെ യേശുവിൻ്റെ അംശികളെന്ന നിലയിൽ നമ്മൾ ഇടപെടുന്ന ഓരോ ഇടങ്ങളും മേഖലകളും വ്യക്തികളുമൊക്കെ ഇത്തരമൊരു രൂപാന്തരത്തിലേക്ക്, ഒരു ശ്രേഷ്ഠതയിലേക്ക്, ഔന്നത്യത്തിലേക്കൊക്കെ എത്തേണ്ടതാണ്. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കാനാവിലെ ഈ ആദ്യ അത്ഭുതം അതൊരു വിവാഹ വിരുന്നുമായി ബന്ധപ്പെട്ട പോരായ്മകളുടെ തീർപ്പോ എന്നതിനേക്കാളും അപ്പുറത്ത് ജീവിതത്തിൽ ഒരു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരു പ്രചോദനമാണ്. ആ ക്രിസ്തു ശ്രേഷ്ഠത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത്തരമൊരു പരിമളം പരിസരത്തിന് നൽകി മുമ്പോട്ടുള്ളൊരു ക്രിസ്തു ജീവിതത്തിന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഒരുങ്ങണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ആ ലഹരി ആയതിനു ശേഷം നമ്മൾ പച്ചവെള്ളം കൊടുത്ത് മനുഷ്യനെ പറ്റിക്കുന്ന വിധത്തിൽ കാലം പോകും തോറും ജീവിതത്തിനകത്തുനിന്ന് സത്യസന്ധത, ആത്മാർത്ഥത, അർപ്പണ മനോഭാവം, സമർപ്പണം ഒക്കെ ചോർന്ന് പോകുന്ന ഇപ്പോഴത്തെ അവസ്ഥയെ തിരിച്ചറിയുവാനും ആ ശ്രേഷ്ഠതയെ ഓരോന്നായിട്ട് വീണ്ടെടുക്കുവാനും ഓരോരുത്തരും പ്രാർത്ഥനയോടെ പരിശ്രമിക്കണമേ എന്ന് പരിശുദ്ധ അമ്മ മറിയവും ആഗ്രഹിക്കുന്നു. ആ ഒരു ഉദ്യമത്തിന് അമ്മയുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനയും സാന്നിധ്യത്തിൻ്റെ ഒരു ബലപ്പെടുത്തലും നമുക്ക് ഓരോരുത്തർക്കും ഒപ്പമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ആമേൻ.